വടകരയിൽ MDMA കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ താൽക്കാലിക അധ്യാപികമാർ ഉൾപ്പെടെയുള്ള 5 പ്രതികളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു. ലഹരി വിൽപ്പനയിലൂടെ ഇവർ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ NDPS നിയമപ്രകാരം അവ പിടിച്ചെടുക്കുമെന്ന് കണ്ണൂർ റേഞ്ച് DIG K. കാർത്തിക് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 28-ാം തീയതി പിടിയിലായ സഭുവാൻ ഉൾപ്പെടെ 5 പേരാണ് കേസിൽ നിലവിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ പേരാമ്പ്ര BRCയിലെ താൽക്കാലിക അധ്യാപിക നീഷ്മ, ഇരിട്ടി സ്വദേശിയായ ഡെലിവറി ഏജന്റ് ജിജിൽ കുര്യാക്കോസ് എന്നിവരടക്കം ചൊവ്വാഴ്ച മാത്രം 2 പേർ വലയിലായി. ഇതോടെ കേസിൽ അറസ്റ്റിലായ അധ്യാപികമാരുടെ എണ്ണം 3ആയി ഉയർന്നിട്ടുണ്ട്. കാവ്യ, കീർത്തന, നീഷ്മ. 12,000-ഉം 13,000-ഉം രൂപ മാത്രം മാസ ശമ്പളമുള്ള അധ്യാപികമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ 6 മാസത്തിനിടെ 10 ലക്ഷത്തിലേറെ രൂപ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. കൂടാതെ കേസിന്റെ പ്രധാന കണ്ണിയെന്ന് കരുതുന്ന ഡെലിവറി ബോയ് ജിജിലിന്റെ അക്കൗണ്ടിലൂടെ കഴിഞ്ഞ 1 വർഷത്തിനിടെ 1 കോടി രൂപയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഡെലിവറി ജോലിയുടെ മറവിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഇയാളുടെ അക്കൗണ്ടിലേക്ക് അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പണം അയച്ചു നൽകിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചു. ആവശ്യക്കാരിൽ നിന്ന് ഡിജിറ്റലായി ശേഖരിക്കുന്ന പണം 10,000 അല്ലെങ്കിൽ 20,000 രൂപയാകുമ്പോൾ നീഷ്മ നേരിട്ട് ലഹരി മൊത്ത വ്യാപാരികൾക്ക് അയച്ചു കൊടുക്കുന്ന രീതിയിലായിരുന്നു പിന്തുടർന്നിരുന്നത്. പണം ATMകൾ വഴി പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന ശാസ്ത്രീയമായ രീതിയാണ് സംഘം ഉപയോഗിച്ചത്. പേരാമ്പ്ര BRCയിൽ ഒരേ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന കാവ്യയും നീഷ്മയും കീർത്തനയും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളാണ്. മൂവരും ഒന്നിച്ചാണ് MDMA ഉപയോഗിച്ചിരുന്നതെന്നും പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു. റിസോർട്ടുകളിലും ചില വീടുകളിലും ഇവർ ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നതായും കണ്ടെത്തലുണ്ട്. അധ്യാപികമാരായതിനാൽ കുട്ടികളെ ലഹരി ശൃംഖലയുടെ ഭാഗമാക്കിയിട്ടുണ്ടോ എന്ന ആശങ്ക ഉയർന്നിരുന്നുവെങ്കിലും നിലവിൽ അത്തരം വിവരങ്ങളോ പരാതികളോ ലഭിച്ചിട്ടില്ലെന്ന് റൂറൽ SP മെറിൻ ജോസഫ് വ്യക്തമാക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് മുകളിലുള്ള വിതരണക്കാരെക്കുറിച്ച് വിവരങ്ങൾ നൽകാൻ പ്രതികൾ തയ്യാറായിട്ടില്ല. എന്നാൽ കേസിലെ പ്രധാന കണ്ണി വയനാട് സ്വദേശിയാണെന്ന സൂചന ലഭിച്ച അന്വേഷണ സംഘം ഇയാളെ ഉടൻ കസ്റ്റഡിയിലെടുക്കും. ഇതുകൂടാതെ നിലവിൽ ബംഗളൂരുവിലുള്ള അധ്യാപികമാരുടെ മറ്റൊരു വനിതാ സുഹൃത്തും പോലീസ് നിരീക്ഷണത്തിലാണ്. കസ്റ്റഡിയിലുള്ള പ്രതികളെ ഒന്നിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ലഹരി മാഫിയയുടെ പ്രധാന ഉറവിടത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അതിനിടെ അറസ്റ്റിലായ കാവ്യ BRC ജീവനക്കാരിയായിരിക്കെ ഔദ്യോഗിക അനുമതിയില്ലാതെ വിദേശയാത്രകൾ നടത്തിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. ഇവർക്ക് അനധികൃതമായി ലീവ് അനുവദിച്ചതിനെ തുടർന്നും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട മുൻകാല യാത്രകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് പേരാമ്പ്രയിൽ ചേർന്ന സർവകക്ഷി യോഗം ആവശ്യപ്പെട്ടു. കേസിന്റെ പുരോഗതി വിലയിരുത്താൻ DIG K. കാർത്തിക് വടകരയിലെത്തി അന്വേഷണ സംഘത്തിന്റെ യോഗം വിളിച്ചു ചേർക്കും. എന്തായാലും ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ടീച്ചർമാരെ പറ്റി ഇത്രയധികം വിവരങ്ങൾ കേട്ടതോടെ കുട്ടികളും അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരും തീർത്തും ഞെട്ടലിൽ തന്നെയാണ്. അതേസമയം ഇവരുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ ഈ ഒരു ഇടപാടുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. കൂടുതൽ തുകകൾ, അതായത് ശമ്പളത്തെക്കാൾ ഉപരി തുകകൾ ഇവരുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ വന്നു എന്നതിനെ ചൊല്ലിയാണ് ആദ്യ അന്വേഷണം പൂർത്തിയായത്. അതിന് പിന്നാലെയാണ് വലിയ ഒരു സംഘം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പോലീസിന് വ്യക്തമായത്.